ബീഹാർ രാഷ്ട്രീയത്തിൽ പരസ്യമായ ഒരു രഹസ്യമുണ്ട്. അതായത് നിതീഷ് കുമാറിന്റെ ആരോഗ്യനില. ഇലക്ഷൻ പ്രചാരണ സമയത്ത് അദ്ദേഹം പഴയതുപോലെ സജീവമായിരുന്നില്ല. പലയിടത്തും വീൽ ചെയറിലായിരുന്നു അദ്ദേഹം എത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് ബീഹാറിലെമ്പാടും പടക്കങ്ങൾ പൊട്ടുമ്പോൾ നിതീഷ് കുമാർ എവിടെയായിരുന്നു? അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. എന്നാൽ ആ വീൽ ചെയറിലിരുന്നും അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 2020 45 സീറ്റ് മാത്രമുണ്ടായിരുന്ന JDU-വിനെ ഇത്തവണ അദ്ദേഹം 85 സീറ്റിലെത്തിച്ചു. BJP-യുടെ സീറ്റ് നിലയോട് തൊട്ടടുത്തെത്തി. ബീഹാറിലെ ഈ വിജയം നിതീഷ് എന്ന ബ്രാൻഡിന് കിട്ടിയതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു. മുന്നണികൾ മാറി മാറി വന്നാലും ബീഹാറിലെ വോട്ടർമാർക്ക് നിതീഷിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് വിമർശകർ പോലും സമ്മതിച്ചു. എന്നിട്ടും നിതീഷ് എന്തിന് ഈ സമയത്ത് മാറണം? ഇവിടെയാണ് അമിത്ഷായുടെ മാസ്റ്റർ പ്ലാൻ തെളിയുന്നത്. BJP-ക്ക് ബീഹാർ ഭരിക്കണം, പക്ഷെ നിതീഷിനെ പിണക്കാനും പറ്റില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ തന്ത്രമാണ് ഈ രാജ്യസഭ. നിതീഷിന് ഒരു റിട്ടയർമെന്റ് പ്ലാൻ, ഡൽഹിയിൽ ഉയർന്ന പദവി, സംസ്ഥാന ഭരണത്തിന്റെ തലവേദനകളിൽ നിന്ന് മോചനം. ഇതാണ് BJP നൽകിയ ഓഫർ. മുൻപ് ഉത്തരാഖണ്ഡിലും ത്രിപുരയിലും മുഖ്യമന്ത്രിമാരെ മാറ്റിയപ്പോൾ BJP ഇതേ തന്ത്രം പയറ്റിയിട്ടുണ്ട്. പക്ഷേ നിതീഷ് കുമാർ അത്തരത്തിലുള്ള ഒരു സാധാരണ മുഖ്യമന്ത്രിയല്ല. ബീഹാറികളുടെ സുശാസൻ ബാബുവാണ് അദ്ദേഹം. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിലെ അധികായൻ. അദ്ദേഹത്തെ ഇത്ര പെട്ടെന്ന് മാറ്റാനായി BJP ശക്തമായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പയറ്റിയിരിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.